بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين الصادق الوعد الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കാവലും നമ്മിൽ സദാ ഉണ്ടാവട്ടെ. കോവിഡ് എന്ന മഹാദുരന്തത്തിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന്, അതുപോലുള്ള മഹാമാരികളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ നാടിനെ, മനുഷ്യരാശിയെ മുഴുവനും കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക്ക്ഡൗണാണ്. പള്ളികളും മദ്രസകളുമൊക്കെ അടഞ്ഞു കിടക്കുന്നു. ജമാഅത്തുകൾ നടക്കുന്നില്ല. വേദനാജനകമാണ് കാര്യങ്ങൾ. എന്നാൽ നമുക്ക് നമ്മുടെ വീടുകൾ പള്ളികളാക്കി മാറ്റാൻ സാധിക്കും. ഖുർആൻ പാരായണം കൊണ്ടും സ്വലാത്തുകളെ കൊണ്ടും മൗലിദ് പാരായണങ്ങളെ കൊണ്ടും കുടുംബത്തോടൊപ്പം ചേർന്നുള്ള ജമാഅത്ത് നിസ്കാരങ്ങളെ കൊണ്ടും നമുക്ക് നമ്മുടെ വീടുകൾ പള്ളികളാക്കി മാറ്റാൻ സാധിക്കണം. പള്ളികളും മദ്രസകളും അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് പഠന ക്ലാസ്സുകൾ നടക്കുന്നില്ല. ദീനി ഉലൂമുകൾ പറഞ്ഞു കൊടുക്കാനും പകർന്നു കൊടുക്കാനും നുകരാനുമുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മുടെ പല വാട്സപ്പ് കൂട്ടായ്മകളും അനുഗ്രഹമായി തീർന്നിരിക്കുന്നത്. നമ്മുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളും അനാവശ്യമായ ചർച്ചകളും മെസ്സേജുകളും ഒക്കെ ഒഴിവാക്കി ഖുർആൻ പഠനത്തിനും ദീനിയായ ക്ലാസ്സുകൾക്കും വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ ശ്ലാഘനീയമായ സന്തോഷം നൽകുന്ന കാര്യമാണിത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു എല്ലാ നന്മയും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പുൽവട്ട ശാഖ SKSSFൻ്റെ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നൊരു വീഡിയോ ക്ലിപ്പാണിത്. ആഫാത്തുൽ ലിസാൻ, നാവിൻ്റെ വിനാശങ്ങൾ, ദുരന്തങ്ങൾ എന്നാണ് എന്നോട് സംസാരിക്കാനായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഇഹിയാ ഉലൂമുദ്ദീനിലെ ആഫാത്തുൽ ലിസാൻ, നാവിൻ്റെ വിനാശങ്ങൾ എന്ന അധ്യായത്തെ, പാഠഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാവ് വലിയ ഒരു അനുഗ്രഹമാണ്. അത് സൂക്ഷിച്ച് നേരായ മാർഗത്തിൽ ഉപയോഗിച്ചാൽ, ദിക്റിലും, നമ്മൾ ദിക്ർ ചൊല്ലുന്നത് നാവ് കൊണ്ടാണ്, ഖുർആൻ പാരായണം നടത്തുന്നത് നാവ് കൊണ്ടാണ്, അതുപോലെ നല്ല കാര്യങ്ങൾ പറയുന്നതും പ്രഭാഷണം നടത്തുന്നതും ഒക്കെ ഈ നാവ് കൊണ്ടാണ്. അങ്ങനെ ഈ നാവ് കൊണ്ട് നല്ലത് പറഞ്ഞ് സ്വർഗത്തിലെത്താൻ സാധിക്കും. ഇതേ നാവ് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിലോ അതൊരു മഹാദുരന്തമായിട്ട് മാറും. നമ്മുടെ ബന്ധങ്ങളെ തകർത്തെറിയും, പരസ്പരം അകറ്റും, നരകപ്രവേശനത്തിന് വരെ കാരണമായേക്കാവുന്ന വിനാശങ്ങൾ വരുത്തി വെക്കാൻ സാധിക്കുന്ന ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഒരാൾ ഒരു വാക്ക് പറയേണ്ട സ്ഥാനത്ത് 2 വാക്ക് മൊഴിഞ്ഞാൽ ആ രണ്ടാമത്തെ വാക്ക് ഫുദൂലുൽ കലാം, അനാവശ്യമായ സംസാരത്തിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ എണ്ണുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബി സദഖത്തിൻ ഔ മഅറൂഫിൻ. സൂറത്തുൻ നിസായിലെ ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ സംസാരങ്ങളിൽ മിക്കതിലും നന്മയില്ല. വല്ല ദാനധർമ്മവും ചെയ്യാനോ നന്മ കൈകൊള്ളാനോ ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാനോ കൽപ്പിക്കുന്ന ആളുകളുടെ വാക്കുകൾ ഒഴികെ. വല്ലവനും അള്ളാഹുവിൻ്റെ പൊരുത്തം തേടിക്കൊണ്ട് അപ്രകാരം ചെയ്യുന്ന പക്ഷം അവന് നാം മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ ഖുർആനിൽ മേൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ വായ തുറക്കുന്നത്, സംസാരിക്കുന്നത്, അത് ഫുദൂലുൽ കലാം, അനാവശ്യമായ സംസാരത്തിൻ്റെ ഗണത്തിൽ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു ദീനിയായ ഒരു അറിവ് എനിക്ക് പഠിപ്പിച്ചു തരണം. നബി തങ്ങൾ പറഞ്ഞു, ഖുൽ ആമന്തു ബില്ലാഹ് സുമ്മസ്തഖിം. നീ പറയണം, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്തഖിം, നീ സൂക്ഷ്മത പാലിക്കുന്നവനാകണം. ഫമാ അത്തഖി, ഞാൻ എന്തിനെയാണ് സൂക്ഷിക്കേണ്ടത്, എന്തിനെയാണ് ഞാൻ സൂക്ഷിക്കേണ്ടതെന്ന സ്വഹാബിയുടെ ചോദ്യത്തിന് ഫഔമ ഇലാ ലിസാനിഹി, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അനാവശ്യമായ സംസാരങ്ങൾ നാവിൽ നിന്ന് വരാതിരിക്കാൻ, നാവിനെ നിയന്ത്രിച്ചു നിർത്താൻ എപ്പോഴും ഒരു ചെറിയ കല്ലിൻ കഷ്ണം നാവിലിട്ട് നടക്കുമായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖലീഫ, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും വിശ്വാസം ഒരു തുലാസിലും സിദ്ദീഖിന്റെ ഈമാൻ മറ്റൊരു തുലാസിലും വെച്ചാൽ കനം തൂക്കിയാൽ സിദ്ദീഖിന്റെ ഈമാൻ കനം താഴ്ന്നിരിക്കും, അത് ഏറ്റവും കനം തൂങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയപ്പെട്ട സിദ്ദീഖ് എന്നവർ നാവിനെ, സംസാരത്തെ, അനാവശ്യമായ സംസാരം വരലിനെ ഇത്രമേൽ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്തിരുന്നെങ്കിൽ നാം എത്രമാത്രം സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അൻ അക്സരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന, ജനങ്ങളെ അധികവും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണ്? അവിടുന്ന് പറഞ്ഞു, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖി, അള്ളാഹുവിനെ സൂക്ഷിക്കലും സൽസ്വഭാവം കൈകൊള്ളലുമാണ്. രണ്ടാമത്തെ ചോദ്യം, വസുഇല അൻ അക്സരി മാ യുദ്ഖിലുൻ നാസൻ നാർ, ജനങ്ങളെ അധികവും നരകത്തിലെത്തിക്കുന്ന കാര്യം എന്താണ്? ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, അൽ ഫമു വൽ ഫർജു, ഒന്ന് അവൻ്റെ വായയും മറ്റൊന്ന് അവൻ്റെ ഗുഹ്യസ്ഥാനവുമാണ്. വായ കൊണ്ട് ഉദ്ദേശം നാവ് എന്നർത്ഥം. മറ്റൊരിക്കലൊരു സഹാബി ചോദിച്ചു, മാ അഖ്വഫു മാ തഖാഫു അലയ്യ, നബിയെ, എൻ്റെ മേൽ അങ്ങ് ഭയപ്പെടുന്ന ഏറ്റവും പേടിക്കുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ ഏറ്റവും അധികം ഞാൻ സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നാവ് പിടിച്ചിട്ട് പറഞ്ഞു, ഹാദാ, ഇതിനെയാണ് നീ സൂക്ഷിക്കേണ്ടത്, ഇതാണ് നീ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. നമ്മൾ ഇത്രയും സൂക്ഷിക്കേണ്ട ഒന്നാണോ നാവ്? അല്ലെങ്കിൽ ഇത്രയും ഭീകരനാണോ നാവ്? അതെ എന്നാണ് ഉത്തരം. കാരണം നാവിനെ സൂക്ഷിച്ചുപയോഗിക്കാത്തത് കൊണ്ട് പല കുഴപ്പങ്ങളും ദുരന്തങ്ങളും കുടുംബ വഴക്കുകളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നാവിനെ ശരിയാമിതം ഉപയോഗപ്പെടുത്തിയാൽ ഒരുപാട് നന്മകളും പുണ്യങ്ങളും ഒക്കെ നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കും. നമ്മൾ ദിക്റ് ചൊല്ലുന്നതും സ്വലാത്തുകൾ, ഖുർആൻ പാരായണം, അതുപോലെ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ഒക്കെ നാവിനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു സത്യവിശ്വാസിയുടെ നാവ് അവൻ്റെ ഹൃദയത്തിൻ്റെ പിന്നിലാണ്. ആദ്യം ഹൃദയം, പിന്നെയാണ് നാവ്. ഇന്ന ലിസാനൽ മുഅ്മിനി വറാഅ ഖൽബിഹി, ഒരു സത്യവിശ്വാസിയുടെ നാവ് അവൻ്റെ ഹൃദയത്തിൻ്റെ പിറകിലാകുന്നു എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ അറാദ അൻ യതകല്ലമ ബിശൈഇൻ തദബ്ബറഹു ബിഖൽബിഹി, അവനൊരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും അങ്ങനെ പറയേണ്ടതാണെങ്കിൽ അവൻ ആ നാവിനെ എടുത്തുപയോഗിക്കുകയും ചെയ്യുന്നു. വ ഇന്ന ലിസാനൽ മുനാഫിഖി അമാമ ഖൽബിഹി, ഒരു കപടവിശ്വാസിയുടെ നാവ് ഹൃദയത്തിൻ്റെ മുമ്പിലാണ്. ഫൈദാ ഹമ്മ ബിശൈഇൻ, ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചാൽ, പറയണമെന്ന് ഉദ്ദേശിച്ചാൽ, അംലാഹു ബിലിസാനിഹി, അവൻ നാവിനെ എടുത്തുപയോഗിക്കും, നാവിട്ടടിക്കും. വലം യതദബ്ബറുഹു ബിഖൽബിഹി, അവൻ ഹൃദയം കൊണ്ട് ഒട്ടും ചിന്തിക്കുകയില്ല, അവനാണ് മുനാഫിഖ് എന്ന് വളരെ മനോഹരമായി ചിന്തനീയമായ വാക്കിലൂടെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഏതൊരു കാര്യവും എടുത്തു ചാടി പറയാതെ സാവകാശത്തിൽ ചിന്തിച്ച് മറുപടി പറയേണ്ടതാണ് എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട് ഈ വചനങ്ങൾ. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സാവകാശം പറയാൻ ശ്രമിച്ചാൽ, എടുത്തു ചാടി പറയാതിരുന്നാൽ, ഒരു കാര്യം എടുത്തു ചാടി ചോദിക്കാതിരുന്നാൽ, ഒരുപക്ഷെ നമ്മൾ ചോദിക്കാതെ തന്നെ പറയാതെ തന്നെ ആ കാര്യം ചോദിച്ചതിൻ്റെ ഫലം നമുക്ക് നേടിത്തരും. ഉദാഹരണത്തിന് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ വരുമ്പോൾ മഹാൻ ഇരുമ്പ് കൊണ്ടൊരു കവചം നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക നിർമ്മിതി മഹാനായ ലുഖ്മാൻ ഹക്കീം എന്നവർ കാണുകയാണ്. എന്തിനാണിത്, എന്താണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹം ചോദിച്ചില്ല. ഈ നിർമ്മിതി നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം മഹാൻ പറഞ്ഞു, ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, നിഅമദ്ദറുൽ ഹർബി, യുദ്ധത്തിന് ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയ ഒന്നാണ് ഈ പടയങ്കി എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കാതെ തന്നെ ഉത്തരം കിട്ടിയ സന്തോഷത്തിൽ ലുഖ്മാൻ ഹക്കീം എന്നവർ പറഞ്ഞു, അസ്സുംതു ഹിക്മുൻ, മിണ്ടാതിരിക്കലാണ്, നിശബ്ദത പാലിക്കലാണ് ബുദ്ധി, അതാണ് യുക്തി. വ ഖലീലുൻ ഫാഇലുഹു, പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുന്നവർ കുറവാണ്. ആ ലുഖ്മാൻ ഹക്കീം എന്നവർ തങ്ങളുടെ മകന് കൊടുത്ത ഒരു ഉപദേശമാണ്, ഇദാ കാനൽ കലാമു മിൻ ഫിദ്ദത്തിൻ, സംസാരം വെള്ളിയാൽ നിർമ്മിതമാണെങ്കിൽ, സംസാരം വെള്ളിയാണെങ്കിൽ, ഫഇന്ന സുകൂത മിൻ ദഹബിൻ,
മിണ്ടാതിരിക്കൽ സ്വർണമാകുന്നു മകനെ എന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ അംസകൽ ഫളല മിൻ ലിസാനി. അനാവശ്യമായ സംസാരം, ആവശ്യത്തിൽ കവിഞ്ഞ സംസാരത്തെ പിടിച്ചു നിർത്തുന്നവനാണ് എല്ലാ അഭിനന്ദനങ്ങളും, അവനാണ് എല്ലാ നന്മയും. വഅൻഫഖൽ ഫളല മിൻ മാലിഹി, മുതലിൽ നിന്ന് മിച്ചം വരുന്നതിനെ ചെലവിടുന്നവനുമാണ് എല്ലാ നന്മകളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിന്നതിനെ നേരെ വിപരീതമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസാരത്തിൽ നിന്ന് മിച്ചം വരുന്നത് അവൻ പിടിച്ചു വെക്കുന്നില്ല, അവൻ അനാവശ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ മുതലിൽ നിന്ന് മിച്ചം വരുന്നതിനെ അവൻ ചെലവഴിക്കുന്നില്ല, അവൻ പിടിച്ചു വെക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടാവാം കൊറോണയെപ്പോലുള്ള മഹാദുരന്തങ്ങളും മഹാവിപത്തുകളും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എന്ന പോലെ നമ്മുടെ വാക്കുകളും രേഖപ്പെടുത്തപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. മഹാന്മാർ പറയാണ്, ഒരാൾ തൻ്റെ മകനോട്, ഒരു ചെറിയ മകൻ, അവൻ്റെ സംസാരം, അവൻ്റെ ശാഠ്യം, അവൻ്റെ കരച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു പൊള്ളയായ വാഗ്ദാനം നടത്തുകയാണ്. ഉദാഹരണത്തിന് ഒരു പിതാവ് തൻ്റെ മകനോട് കരച്ചിൽ അവസാനിപ്പിച്ചാൽ നിനക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാം, ഐസ്ക്രീം വാങ്ങിത്തരാം, കാണാത്ത സ്ഥലങ്ങൾ കാണിച്ചു തരാം എന്നിങ്ങനെ വാഗ്ദാനം ചെയ്തു. അത് വാങ്ങിക്കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനോ ഒന്നും അവന് ഉദ്ദേശമില്ല, അവൻ്റെ കരച്ചിൽ നിർത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഫയുക്തബു കദ്ദാബൻ, എന്നാൽ ആ പിതാവ് കള്ളനാണ് എന്ന് മഹാന്മാർ പറയാണ്. ഒരിക്കൽ ഒരാൾ നബിതങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് കുറേ സംസാരിച്ചു. ഫഅക്സറ, സംസാരം നീണ്ടുപോയപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, കം ദൂന ലിസാനിക മിൻ ഹിജാബിൻ, നിൻ്റെ നാവിൻ്റെ മുമ്പിൽ എത്ര മറയുണ്ട്, എത്ര മറ നിൻ്റെ നാവിൻ്റെ മുമ്പിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഷഫതായ വ അസ്നാനി, രണ്ട് ചുണ്ടുകളും പല്ലുകളും. നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫമാ കാന ലക മാ യർദു കലാമക, നിൻ്റെ സംസാരം പിടിച്ചു നിർത്താൻ, തടുത്തു നിർത്താൻ അതുപോരെ, ആ മതിലുകൾ പോരെ എന്ന് ചോദിച്ചു എന്നാണ്. യസീദ് ബിൻ അബി ഹബീബ് എന്ന മഹാൻ പറയാണ്, മിൻ ഫിത്നത്തിൽ ആലിമി അൻ യകൂനൽ കലാമു അഹബ്ബു ഇലൈഹി മിനൽ ഇസ്തിമാ. ഒരു പണ്ഡിതൻ്റെ ഫിത്നയിൽപ്പെട്ടതാണ്, ഒരു പണ്ഡിതൻ്റെ മോശമായ അവസ്ഥയിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന് സംസാരം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുണ്ടാവുക എന്നുള്ളത് വളരെ മോശമായ ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. ഒരിക്കൽ ബനു ആമിർ ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആളുകൾ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഇങ്ങനെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. അന്ത വാലിദുന, അന്ത സയ്യിദുന, അന്ത അഫ്ളലുന, അന്ത അത്വലുന, അങ്ങനെ അന്ത ഇങ്ങനെ കൂട്ടി പറയാൻ തുടങ്ങി. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. വലാ യസ്തഹ്വിയന്നകും ശൈത്താനു, നാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, പിശാച് നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ഈ നാവ് മൂലം എന്ന് പറഞ്ഞു. അപ്പം മനുഷ്യനെ വഴിതെറ്റിക്കാൻ പിശാച് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് നാവ് എന്ന് പറയുന്നത്. ആ നാവിൻ്റെ നാശത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഫൽയകുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, ഔൽ യസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദീന പള്ളിയിലിരിക്കുമ്പോൾ ഈ വാതിലിലൂടെ ആദ്യം പ്രവേശിക്കുന്ന ആൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. ഫദഖല അബ്ദുല്ലാഹിബ്നു സലാം, അബ്ദുല്ലാഹിബ്നു സലാം എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു ആ വാതിലിലൂടെ പ്രവേശിച്ചു. സ്വഹാബികൾക്ക് അത്ഭുതമായി, എന്താണ് അദ്ദേഹത്തിന് സ്വർഗം കിട്ടാൻ ഇത്ര വലിയ കാരണം? അദ്ദേഹത്തോട് നിർബന്ധിച്ച് ചോദിച്ചു, ഞങ്ങൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ്, നിങ്ങൾ സ്വർഗവാസിയാണ് എന്ന സന്തോഷ വാർത്ത നിങ്ങളെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെക്കുറിച്ചും മോശമായി ഒന്നും പറയാറില്ല, ആരോടും വിദ്വേഷം വെച്ച് പുലർത്താറില്ല, ആരോടും അസൂയ വെക്കാറില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മുടെ ഇന്നത്തെ സംസാരം തുടങ്ങിയത് പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം കൊണ്ടാണ്. നമ്മൾ ഇന്നത്തെ പ്രസംഗം, ഈ സംസാരം അവസാനിപ്പിക്കുന്നതും പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖാഫിലെ ഒരു വചനം കൊണ്ടാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യൻ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, അവൻ്റെ അടുക്കൽ നിരീക്ഷകരായിട്ട് മലക്കുകൾ ഉണ്ടായിട്ടല്ലാതെ. അള്ളാഹു നല്ല കാര്യങ്ങൾ പറയാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ, നല്ല കാര്യങ്ങളിലായി നമ്മുടെ നാവിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ദീർഘനാൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. അതുപോലെ
എല്ലാ വിപത്തിനെ തൊട്ടും അള്ളാഹു നമ്മയും നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നാടിനെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.